RC ബുക്ക് കാണിച്ച് നിങ്ങൾ എവിടെന്നെങ്കിലും പൈസ എടുത്തിട്ടുണ്ടോ? അത് ബുക്ക് നോക്കി അറിയില്ലേ? ആ, ഇതിലൊന്ന് ഒപ്പിട്ടെ. ഞാനെന്തിനാ ഒപ്പിടുന്നത്? ലോൺ എടുക്കുന്നത്? നിങ്ങൾ വിറ്റ്നസ്സാ. വിറ്റ്നസ്സോ? അതൊരു സിനിമയല്ലേ? കൂടുതൽ തമാശയൊന്നും വേണ്ട, ഒപ്പിട്ടാ മതി. എങ്ങനെയുണ്ട്? നിങ്ങൾക്കിത് എത്ര ഒപ്പുണ്ട്? അങ്ങനൊന്നുമില്ല, ഒരു സ്റ്റൈലിന് ഞാൻ പലപ്പോഴും പല ടൈപ്പിൽ ഒപ്പിടും, ഒരു ചേഞ്ചിന്. എവിടുന്ന് കുറ്റം പറിച്ചു വരുന്നുണ്ട് കർത്താവേ. കറക്റ്റ് മാഡം. ഒന്നുമില്ല, ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞ പേഴ്സണൽ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മുതലും പലിശയും കൃത്യസമയത്തിന് ഇവിടെ അടച്ചിരിക്കണം. ആ കാര്യത്തിൽ മുതലാളി ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, കൃത്യമായിട്ട് അടച്ചിരിക്കും. അടച്ചില്ലെങ്കിൽ ഈനാശുവേട്ടനല്ല, എന്റെ അപ്പൻ സാക്ഷാൽ പുളിമൂട്ടിൽ തോമസ് ഏട്ടനാണെങ്കിലും വണ്ടി ഞങ്ങൾ പിടിച്ച് മോലാളുടെ കസ്റ്റഡി കൊണ്ടിടും. വളരെ സ്ട്രിക്റ്റാ ഞങ്ങളുടെ പോളിസിയാണ്. നാട്ടിലും ഞങ്ങൾ ഈ പണിയാ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയുള്ള ഒരു ഫിനാൻസ് കമ്പനി പൂട്ടിച്ചിട്ടാണ് ഞങ്ങൾ ഈ പണിക്കിറങ്ങിയത്. പൂട്ടിയത് കൊണ്ടാണ് ഈ പണിക്കിറങ്ങിയത്. അവര് പിന്നെ ഫിനാൻസ് കമ്പനിക്കാർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി, അല്ലാതെ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. ഈ സണ്ണി ആൻഡ് കറിയെ മുതലാളിക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. നിങ്ങൾ കൊള്ളാമല്ലോ, നല്ല രസികന്മാരാ. അതെ, എനിക്ക് ഇങ്ങനെയുള്ളവര് വലിയ ഇഷ്ടമാ. ഞങ്ങൾക്കും. അപ്പോഴേ ഇതാണോ നിങ്ങളുടെ ജോലി? അല്ല, അതെ അതെ, വേറൊരു ജോലിയും കിട്ടാത്തോണ്ടല്ല, ഞങ്ങൾ പോവാത്തോണ്ടാ. അതാ മെയിൻ റീസൺ. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാവോ? അതൊന്നും ചിന്തിക്കേണ്ടി വരും. ചിന്തിക്കാൻ ഒന്നുമില്ല മുതലാളി. ഇല്ല ചേട്ടാ, ഒരു 10 മിനിറ്റ് പുറത്തുനിന്ന് ഞങ്ങൾ വേറെ ബിസിനസ് സംസാരിക്കട്ടെ. അച്ഛല്ലേ, മേടിച്ചില്ലേ? ഓ, എന്ത് ജോലിയാ മുതലാളി? നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി തന്നെ. വണ്ടി CC എടുത്തിട്ട് പണം അടയ്ക്കാത്ത ചില കള്ള കഴിവേറികളുണ്ട് ഇവിടെ. ഒന്നുകിൽ എനിക്ക് എന്റെ പണം, അല്ലെങ്കിൽ വണ്ടി, അതെനിക്ക് കിട്ടണം. അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ? അത് പിന്നെ അത്രേ ഉള്ളോ? വെറുതെ വേണ്ട, ദൈവത്തിന് നിരക്കുന്ന കമ്മീഷൻ എന്തുവാന്ന് വെച്ചാ ഞാനതങ്ങ് തരാം. എങ്കിൽ ഞങ്ങൾ ഏറ്റവും മുതലാളി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇത്. ചിലപ്പോഴേ ഗുണ്ടായുസോ ഒക്കെ വേണ്ടി വരും. ഗുണ്ടായുസോ? അത് ഞങ്ങൾക്ക് പുത്തരിയൊന്നുമല്ല. മാത്രമല്ല, ഗുണ്ടായുസം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഇതിലിപ്പോ ഗുണ്ടായുസല്ല, കുറച്ചൊക്കെ ബ്രെയിൻ. അതാണ് മെയിൻ. അതെ, എന്താ വേണമെന്ന് വെച്ചാൽ മുതലാളി പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. എങ്കിൽ ഈ പുലിക്കാട്ടിൽ ഫൈനാൻസേഴ്സിന്റെ വണ്ടി പിടുത്തക്കാരായി ഞാൻ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഈ വലിയ പുലിയുടെ കൊച്ചു പുലികളായി. വണ്ടി ഒന്നുക്ക് 2000 രൂപ. ആലീസിന്റെ കയ്യിൽ കുടിശ്ശിക അടയ്ക്കാനുള്ള വണ്ടികളുടെ ലിസ്റ്റും പേപ്പേഴ്സും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും ഒക്കെ ഉണ്ട്. മേടിച്ചോ, ഇന്ന് തന്നെ ഡ്യൂട്ടി ജോയിൻ ചെയ്തോ. ശരി മുതലാളി. കൺഗ്രാചുലേഷൻ. ഒത്തിരി വണ്ടികളൊക്കെ പിടിച്ച് മിടുക്കന്മാരായി വാ. ഈ പുലിയുടെ മാനം കാക്ക്. എല്ലാ കാർ ഷെഡും അരിച്ച് തപ്പിക്കോണം. പുലിക്കാരനെ ഇന്ന് CC വാങ്ങിച്ചിട്ടുള്ള 2 വണ്ടികൾ ഈ ഏരിയയിലാണുള്ളത്. അവരുടെ നടപ്പ് കണ്ടില്ലേ? പുലിക്കാരനെ അഡ്വാൻസ് മേടിച്ചുള്ളൂ, അതിനുമുമ്പ് പാന്റിലും ഷർട്ടിലും കയറി. ഇനി വണ്ടികൾ പിടിച്ച് കമ്മീഷൻ കുറെ അടിച്ചിട്ട് വേണം എനിക്കൊരു ചെയിനും വാച്ചും സംഘടിപ്പിക്കാൻ. ഓ, ഈ തവള പിടിക്കല് പട്ടി പിടിക്കലെന്നൊക്കെ പറയുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണല്ലോ ഈ വണ്ടി പിടിക്കല്. അയ്യോ, നീ വിചാരിക്കും പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല ഇത്. CC എമൗണ്ട് അടയ്ക്കാത്ത പാർട്ടികളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. വണ്ടി നമ്പരും ഡ്യൂപ്ലിക്കേറ്റ് കീയും ഉണ്ട്. ലിസ്റ്റിലുള്ള വണ്ടി കണ്ടാലുടൻ കീ ഇട്ട് നമ്മൾ വണ്ടി തുറക്കുന്നു, പുലിക്കാരന്റെ കസ്റ്റഡിയിലാക്കുന്നു. രൂപ 2000 നമ്മുടെ പോക്കറ്റ്. ഇത്ര നേരം നീ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തൊരു മണ്ടനാണ് ഞാൻ എന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല. മിണ്ടാതെ വണ്ടി തപ്പടത്തേണ്ടി. കളർ ഇത് തന്നെ, പക്ഷെ വണ്ടിയുടെ നമ്പർ വേറെയാണ്. ആരാത്? വീട് മാറിപ്പാണ്, ധർമ്മക്കാരാണ്. ഡ്യൂപ്ലിക്കേറ്റ് കീ എടുക്ക്.
ഓതറൈസേഷൻ ലെറ്റർ നിന്റെ ഇല്ലേ? ആരോ നമ്മുടെ വണ്ടി എടുക്കുന്നു, വേഗം വാ. ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ റെസ്റ്റോറന്റ് ഇരുന്നവന്മാരാണെന്ന് തോന്നുന്നു. വേഗം വിട്, വേഗം സ്പീഡ് വിട്. മിണ്ടി പോരുത്. വളരെ എളുപ്പമുള്ള പണിയാണെന്ന് കുറച്ചു മുമ്പ് നീലാണ് പറഞ്ഞത്. അനുഭവിച്ചോ? കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആ കിട്ടാൻ പോണ 2000 രൂപയാ. അവന്മാരുടെ കയ്യിൽ പെട്ട ആശുപത്രിയിലും ചികിത്സയ്ക്ക് മാത്രം വേണ്ടി വരും 10,000 രൂപ. ആഹാ, അപ്പൊ അത്ര ഉള്ളൂ നിന്റെ ഗട്സ് അല്ലേ? നീ ധൈര്യമായിട്ടിരിക്കട. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്നവരെ നിന്റെ കൂടെ ഞാൻ കാണും. അത് മതി. Don't worry, man. You will manage. വീടെടുക്ക്. വണ്ടി കൊടുത്തോണ്ടാ റാസ്കൾ. മോഷ്ടിച്ചോണ്ട് പോവേ. വണ്ടിയുടെ ബുക്ക് വെച്ച് പണം വാങ്ങിക്കുമ്പോൾ ആലോചിക്കണം. കറക്റ്റ് സമയത്ത് CC അടയ്ക്കേണ്ടി വരുമെന്ന്. പോടെ പോടെ. അതിന് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിച്ചിട്ടില്ലല്ലോ. അതെ, പണം തന്നവര് പറഞ്ഞിട്ടാ. We have got authorization. Furnish off. ഓതറൈസേഷൻ ലെറ്റർ ഉണ്ട് ചങ്ങാതി, ഒന്ന് വായിച്ചു നോക്ക്. നിന്റെ ഒരു കടലാസ് വണ്ടി ഇട്ടിട്ട് പോടാ. ഈ CC എന്ന് പറയുന്നേ വല്ലവന്റെ നിന്ന് മേടിക്കുന്ന കടവാ. അല്ലാതെ നിന്റെ അമ്മായിപ്പനും ശ്രീധരൻ കിട്ടിയൊന്നുമല്ല. വണ്ടി എടുത്തോണ്ട് പോ. തുടക്കം കൊള്ളാം. വാ. അല്ല, എനിക്ക് കറാട്ടയും കുംഫും അറിയാവുന്നതുകൊണ്ട് സംഗതി വളരെ എളുപ്പമായിരുന്നു. സിസ്റ്റി, ജാക്കി ചാന്റെ പടങ്ങൾ കാണാറുണ്ടോ? ഇല്ല. എന്താ? അല്ല, ജാക്കി ചാന്റെ ടൈപ്പിലല്ല, വേറെ ടൈപ്പിലാ സണ്ണി ഫൈറ്റ് ചെയ്ത്. ഇങ്ങനെ വീണ്ടും ഇങ്ങനെ. ഇതേപോലെ കുടിശ്ശിയുള്ള എല്ലാ വണ്ടികളും മുതലാളിയുടെ ഷെഡിൽ കയറ്റിത്തരുന്നവരും ഞങ്ങളേറ്റു. വേണമെങ്കിൽ മുതലാളി ഫിനാൻസ് കൊടുക്കാത്ത പാർട്ടിക്കാരുടെ വണ്ടികളും ഞങ്ങൾ പിടിച്ചോണ്ടുവരാം. അല്ല, അത്രയ്ക്ക് കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് ഇപ്പം പറയായിരുന്നു. അതാ ഉദ്ദേശിച്ചത്. അല്ല, മറ്റുള്ളവരുടെ വണ്ടികൾ അതൊക്കെ മോശമല്ലേ? നമ്മളെല്ലാരും കൂടി ഒത്തു പ്രവർത്തിച്ച ഈ പുലിക്കാടൻ മുതലാളിക്ക് വച്ചടി കയറ്റമായിരിക്കും. അല്ലേ മാഡം? ആലീസേ, സർ, ഇത്രയും ആത്മാർത്ഥതയുള്ള 2 ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ. അങ്ങനെയൊന്നുമില്ല മുതലാളി. മുതലാളി, ഞങ്ങളുടെ കമ്മീഷൻ. ആ ആലീസേ, സർ. ഇവരുടെ വൗച്ചർ എഴുതി മേടിച്ചിട്ട് കമ്മീഷൻ കൊടുത്തേക്ക്. ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ജോലിയും മാഡത്തിനാണല്ലേ. ഞങ്ങളെപ്പോലെ എഫിഷ്യന്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാ കാര്യവും മാഡത്തിനെ ഏൽപ്പിക്കുന്നത്. കറക്റ്റ്, വെരി കറക്റ്റ്. ഈ കമ്പനിയുടെ നട്ടല്ല ആലീസ്. അത് കണ്ടാലേ അറിയാം. He is very hard. ഇനി ഇങ്ങോട്ട് ഇംഗ്ലീഷും പറഞ്ഞ എല്ലാ കാര്യത്തിനും കയറി വരണ്ട. ആലീസിനെ കണ്ടാ മതി. അതാ ഞങ്ങൾക്കും ഇഷ്ടം. അല്ല, ഇനി എല്ലാ കാര്യത്തിനും ആലീസിനെ കണ്ടാൽ മതി. മുതലാളി വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറയാറുണ്ട്. വെരി കറക്റ്റ്. ഇപ്പൊ പിടിച്ചെടുത്തോണ്ട് വണ്ടി മാത്തച്ഛന്റെ വർക്ക്ഷോപ്പിലോട്ട് ഇട്ടേച്ച് ആ നമ്പർ പ്ലേറ്റ് അയച്ചോണ്ട് വാ. മോളി ആട്ടോ ഓടിച്ച് അറിയത്തില്ലയോ? ആലീസിന്റെ അപ്പച്ചന്റെ വർക്ക്ഷോപ്പാ അത് വളരെ സൗകര്യമായി. അല്ല, അടുത്തായതുകൊണ്ട് വളരെ സൗകര്യം എന്ന് പറയായിരുന്നു. കറക്റ്റ്.